ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നതും ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം എന്താണെന്നറിയത്തില്ല, മേക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒന്നെങ്കിൽ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും, ഭയങ്കരമായിട്ട് മടിയും കാര്യങ്ങളും ഒക്കെയാണ്. വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ് എപ്പോഴാന്ന് വെച്ചാൽ 2 മണി 3 മണി ആ ഒരു സമയത്താണ് ഞാൻ എണ്ണീറ്റത്. അപ്പോൾ എനിക്ക് ഉറക്കം സത്യം പറഞ്ഞാൽ കുറച്ച് കുറവാണ്. മീൻസ് ഞാൻ ഒന്നെങ്കിൽ ഈ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് രാവിലെ, അതായത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കയറിക്കിടന്നൊന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പണി തുടങ്ങും. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉറങ്ങാറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ രാവിലെ ഉച്ചയ്ക്ക് കയറിക്കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടായിരിക്കും രാത്രിയിൽ അങ്ങനെ ഉറക്കം വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ പണ്ട് മുതലേ തന്നെ നേരത്തെ എണ്ണീക്കുന്നൊരു സ്വഭാവമാട്ടോ. ഇനി അത് മാറുമോ ഇല്ലെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി നല്ല രീതിയിൽ പണിയൊക്കെ എടുത്ത് വന്ന് കിടക്കുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തളർന്ന് കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. അപ്പം ഞാൻ പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് മേളത്തെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മെറ്റീരിയൽസ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം അച്ഛനൊക്കെ ആണെങ്കിൽ എന്നെ എപ്പോഴും വഴക്ക് പറയും, എല്ലാ റൂമിലും കൊണ്ടുപോയി സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഒരു റൂമിൽ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ വർക്കിങ്ങിനും വീഡിയോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് പറ്റിയൊരു ലൈറ്റുള്ള റൂം സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. ഉള്ള റൂമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് താഴെയാണ്. അപ്പോൾ താഴെ നമുക്കങ്ങനെ എപ്പോഴും അങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തില്ല. ചിലപ്പം കസിൻസൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറി കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത്. ഭയങ്കര ചൂടാട്ടോ, എന്നാ ചൂടാണെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ രാവിലെ എണ്ണീറ്റ് നമ്മൾ സാധാരണ രാവിലെയൊക്കെ നമ്മൾ എണ്ണീക്കുമ്പോൾ എന്താ ഒരു അത്യാവശ്യം ഒരു തണുപ്പെങ്കിലും കാണുമല്ലോ. ഇത് തണുപ്പും ഇല്ല, ഒന്നുമില്ല. നേരെ ഞാൻ രാവിലെ എണ്ണീറ്റ് നേരെ ഞാൻ പോകുന്നത് തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ തൊണ്ടയ്ക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. എന്താണെന്നൊന്നും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ചൂടാട്ടോ. ഈ പത്തനംതിട്ട ഏരിയയിലൊക്കെ നല്ല ചൂടാണ്. എല്ലായിടത്തും നല്ല ചൂടാണെന്ന് എനിക്ക് തോന്നുന്നു. വാർത്തയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ആണെങ്കിൽ വൈകിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം എഡിറ്റെല്ലാം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഇടിയും മിന്നലും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ പെയ്തില്ലെന്ന് എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അരണയുടെ ഓർമ്മശക്തി ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓർഡറൊക്കെ കുറച്ചൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഒന്നാമത് ഈ DTDC ആണെങ്കിലും പോസ്റ്റലാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ലേറ്റായിട്ടാണ് വരുന്നത് തന്നെ. DTDC എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. സാധാരണ അത് ഒറ്റ ദിവസത്തിനുള്ളിൽ കിട്ടുന്നതായിരുന്നു. പക്ഷേ എന്താണെന്നറിയത്തില്ല. അപ്പം ഒന്നെങ്കിൽ ചൂട് കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മൾ സ്വയം അങ്ങ് തളർന്നു പോകുന്നൊരവസ്ഥയാണ്. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് അത് കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ അലക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛച്ചനൂടെ മേലോട്ട് പോയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അടുക്കളയിൽ കയറിയിട്ട് അമ്മ മസാല ദോശയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ദോശ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. പക്ഷേ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനല്ലാതെ വേറെ ആരും അടുക്കളയിൽ കാണരുത്. അതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞേക്കുന്നത്. എനിക്ക് വേറെ ആരും അങ്ങനെ അഭിപ്രായം ഇടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ അഭിപ്രായം പറയുന്നതൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അഭിപ്രായം പറയാം, പക്ഷേ അതൊരു പറയുന്നൊരു രീതി ഉണ്ടല്ലോ, ആ രീതിക്ക് വേണം പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ എനിക്ക് പറയുന്നത് എൻ്റെ ഒരു കോൺസെൻട്രേഷൻ മൊത്തത്തിൽ അങ്ങ് പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നു. അമ്മയ്ക്ക് ഇങ്ങനെ അധികം വീഡിയോ ഒന്നും ഇങ്ങനെ എടുക്കാൻ അറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ അമ്മയെ കൊണ്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുപ്പിക്കും കേട്ടോ. അപ്പം അമ്മയാണെങ്കിൽ ആദ്യം ഞാനാണെങ്കിൽ മറ്റേ നല്ലെണ്ണയ്ക്കകത്തിട്ടിട്ടായിരുന്നു ദോശ ഉണ്ടാക്കിയത്. നല്ലെണ്ണയല്ല, മറ്റേ നല്ലെണ്ണയിലൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മുടെ സാധാരണ അപ്പോൾ ആദ്യം സാധാരണ സാധാരണ എണ്ണയിലാട്ടോ ഉണ്ടാക്കിയത്.
രണ്ടാമത് നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് ഭയങ്കര ലാവിഷായിട്ടാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ എനിക്ക് മസാല ദോശ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് ദോശ, ഇഡലിയൊക്കെ സത്യം പറഞ്ഞാൽ പണ്ട് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ കുത്തി തീറ്റിച്ചായിരുന്നു വിടുന്നത്. അതിനനുസരിച്ച് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അപ്പാടെ ബസ്സിലൊക്കെ ഛർദ്ദിച്ചും വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കും കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഹോർമോൺസിൻ്റെ ആ ഒരു ഇതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ടെൻഷനൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും കേട്ടോ. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇനി വണ്ണം വെക്കുമല്ലോ. പക്ഷേ എനിക്ക് ടെൻഷൻ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് 11 മണി 11:30 ആയപ്പോഴത്തേക്കും ചക്ക വേവിച്ചത് അമ്മ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാനത് നെയ്യ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമായിരുന്നു. അതുകൊണ്ട് മീൻകറിയൊക്കെ അടുപ്പേ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നെയ്യ് കൂട്ടി കഴിച്ചിട്ട് കുറേ നാളായിരുന്നു. നെയ്യും അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വാഴയിലക്കകത്തൊക്കെ നമ്മൾ നല്ല ചെറിയ വാഴയില വെട്ടിയിട്ട് അതിൽ നല്ല ചൂട് ചക്കയും നെയ്യും എണ്ണയും മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നതിൻ്റെ പൊന്നയും ഒന്നും നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് കുറേ നാളായി. അല്ലാതെ ഞാൻ കപ്പയുടെ കൂടെ ആണെങ്കിൽ നമ്മൾ മോര് കൂട്ടി കഴിക്കും. അപ്പോൾ ചക്കയുടെ കൂടെ ഞാൻ ഇങ്ങനെ കഴിച്ചു. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് എപ്പോഴും ഒന്നിങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം 1-2 തവണ കഴിക്കുന്നതിന് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനത് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ആ പാത്രമൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ അവിടെ പുത്തേടത്ത് വ്ളോഗ്സ് കാണും. മറ്റേ ലോറിയൊക്കെ ഓടിക്കുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ വ്ളോഗുകളൊക്കെ ഇങ്ങനെ കാണും. അമ്മ ആ വ്ളോഗ്സിൻ്റെയൊക്കെ ഭയങ്കര ഫാനാണ് കേട്ടോ. അത് ടെക് ട്രാവൽ, അമ്മ കാണുന്ന വ്ളോഗ്സൊക്കെ ടെക് ട്രാവൽ, പിന്നെ അച്ചായൻ ആർമി, അതൊക്കെ അമ്മ കാണുന്ന വ്ളോഗ്സാണ്. അപ്പം എൻ്റെ വ്ളോഗും ഇടയ്ക്കിടയ്ക്ക് കാണും കേട്ടോ. ഞാനിവിടെ തന്നെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് വലിയ പുതുമയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വർക്ക് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരം വിശ്രമിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തെടുത്താണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ഇപ്പം നല്ല പോലെ സത്യം പറഞ്ഞാൽ ഞാൻ കുടിക്കുന്നുണ്ട്. അതും തണുത്ത വെള്ളമാണ് കുടിക്കുന്നത്, മൊത്തം ചൂടുവെള്ളമൊന്നുമല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞേക്കുന്നത് ഇതാണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞേക്കുന്നത് ഫുള്ള് ഇങ്ങനെ വർക്ക് ചെയ്യുക, കഴിക്കുക, അത്രയൊക്കെയുള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നോർമൽ ബിസിനസ് ഓണറിൻ്റെ, ഒരു സ്മോൾ ബിസിനസ് ഓണറിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇനി എക്സാം ഒക്കെ വരുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അത് എക്സാം വരുമ്പോഴേ ഞാൻ പഠിക്കത്തുള്ളൂ കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇപ്പം പക്ഷേ ഞാൻ എക്സാം വരുന്ന ആ ഒരു സമയത്ത് മാത്രം ഞാൻ പഠിക്കണം. വർക്ക് ഒരുപാട് വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം വർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 എൻക്വയറീസ് എനിക്ക് വന്നേനെ. അപ്പോൾ അത് ഞാൻ കുറച്ചിങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ, ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പം ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. ബൈ.